ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാട്ടോ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയുടെ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ. വെറുതെ പച്ചക്കള്ളമൊക്കെ പറഞ്ഞാണ് അനാമികയും വേണുവും രേവതിയും കൂടി ആ സ്ഥലം കാണാൻ വേണ്ടി വിളിച്ചത്. ആ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോയിരിക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടു. അതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു പോരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ നയനയോട് പറയുന്നുണ്ട് ദേവയാനി, ഏതായാലും നമ്മൾ സ്ഥലവും വീടൊക്കെ കണ്ടല്ലോ, ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല. സ്ഥലവും വീടെന്നല്ല, സ്ഥലം കണ്ടല്ലോ, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ടല്ലോ. എന്നാൽ പിന്നെ ഞങ്ങൾ പോവുക വേണു ഏട്ടാ, പിന്നെ രേവതി ചേച്ചി പിന്നെ കാണാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ചേച്ചി എന്നല്ല, രേവതി എന്നാട്ടോ വിളിക്കുന്നത്, രേവതി പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോകാൻ തുടങ്ങുന്നു. നയനോട് പറയുന്നു, നിന്നെ ഞാൻ ഓഫീസിലേക്ക് ഇറക്കാമെന്ന് ദേവയാനി പറയുന്നു. അപ്പോഴത്തേക്കും നയന ആ ശരി അമ്മയെന്ന് പറയാം. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അതെ ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വന്നാൽ പോരെ, ഏതായാലും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ എന്നാൽ പിന്നെ വീട് വരെ പോയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ മോളെ എന്ന് നമ്മുടെ ദേവയാനി പറയുകയും ചെയ്തു അനാമികയോട്. ഏതായാലും ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് വേണമല്ലോ അടുത്ത നോണം എന്ത് പറയണമെന്ന് ആലോചിച്ചെടുക്കാനൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നയന പറയുന്നുണ്ട് ദേവയാനിയോട്, ഇതൊക്കെ വെറും പച്ചക്കള്ളവാമേ, അതെനിക്ക് മനസ്സിലായി മോളെ, ഇതൊക്കെ ഇവരുടെ സ്ഥലമല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതൊക്കെ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചതൊക്കെ. ഇത് ഇവരുടെ സ്ഥലമല്ല. ഏതായാലും ഞാൻ കിരണേട്ടനൊന്ന് വിളിച്ചിട്ടുണ്ട്. കിരണേട്ടൻ വരട്ടെ, കിരണേട്ടൻ വന്നു കഴിയുമ്പോൾ അറിയാം. കാരണം ഇവിടെയുള്ള മിക്ക സ്ഥലങ്ങളും കിരണേട്ടന് അറിയാവുന്നതാണ്. മിക്ക സ്ഥലങ്ങളിലും വീടിൻ്റെ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കും കിട്ടുന്നത് കിരണേട്ടനുമാണ്. അപ്പം കിരണേട്ടൻ അറിയാമായിരിക്കും എന്ന് പറയാം. അങ്ങനെ നമ്മുടെ കിരൺ വരുന്നുണ്ട്. അപ്പം കിരൺ വന്ന് പറയുന്നുണ്ട്, ഒരിക്കലും ഈ സ്ഥലം അവരുടെ അല്ല, ഈ സ്ഥലത്തിൻ്റെ ഓണർ ഗൾഫിലാണ്, എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അതുമാത്രമല്ല ഇവർ വീട് പണിയാനൊക്കെ ചെറിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരുന്നു. കൺസ്ട്രക്ഷൻ വർക്കും ഇൻറ്റീരിയർ വർക്കും എല്ലാം ഞങ്ങൾക്ക് തന്നെയാണ് തരാൻ പോകുന്നത്. അപ്പം വീട് പണി ഉടനെ കാണുമായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം അവർ തൽക്കാലം ഗൾഫിൽ അങ്ങണ്ടാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും പിന്നെ ഉറപ്പിച്ചല്ലോ ഇതെല്ലാം പച്ചക്കള്ളമാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായി. അങ്ങനെ കിരണും കല്യാണിയും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല, ഞങ്ങളുടെ അനിയുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്, എല്ലാം കൊണ്ടും അവനാണല്ലോ ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പം കിരൺ പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിനും കാരണം നിങ്ങളൊക്കെ തന്നെയാണല്ലോ. അല്ല, നയനയ്ക്ക് ഒരു കാര്യം ചിന്തിച്ചാൽ മതിയായിരുന്നു, നയനയുടെ അനിയത്തിയുടെ ജീവിതം അനിയുടെ കയ്യിൽ സുരക്ഷിതമാണെന്നും അതുപോലെ തന്നെ അനിയുടെ ജീവിതം അത് അനാമികയുടെ കയ്യിൽ സുരക്ഷിതമല്ല എന്നും അങ്ങനെ ചിന്തിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ വിവാഹം നടക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ മൂർത്തി സാറിനെ സംബന്ധിച്ചിടത്തോളം ഡിവോഴ്സ് എന്നൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യം. നിങ്ങളുടെ കുടുംബത്തിൽ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ലല്ലോ. ഏതായാലും അവളെ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനിയും അനിയുടെ ജീവിതത്തിൽ അവളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരു ഞെട്ടലോട് കൂടിയാണ് നമ്മുടെ ആദർശം നയനയിൽ നിൽക്കുന്നത്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, എൻ്റെ അനിയനല്ല, എൻ്റെ മകനെ പോലെയാണ് ഞാൻ അവനെ കണ്ടത്, അവനെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. എന്നിട്ട് എൻ്റെ ജീവിതം സേഫ് ആവുകയും അവൻ്റെ ജീവിതം ഇങ്ങനെ എന്താ ഒരു ഫ്ലോപ്പായിട്ട് നിൽക്കുന്നത് കാണുമ്പം എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടെന്ന് പറയുമ്പം അതൊക്കെ ശരിയാകും, ശരിയാകണമല്ലോ, പ്രാർത്ഥിക്ക് ദൈവത്തിനോടെന്നൊക്കെ കിരൺ പറഞ്ഞിട്ട് കിരൺ അങ്ങ് പോകും കേട്ടോ ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ അനാമികനെയും വേണുവിനെയും രേവതിനെയാണ്. അങ്ങനെ അനാമിക പറയുക, ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കള്ളത്തരം പറഞ്ഞ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, ഞാൻ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് വരാൻ പോവുക, ഇനിയിപ്പോൾ അധികം നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ അവളുണ്ടല്ലോ SI, അവളെ ഇവിടുന്ന് സ്ഥലം മാറ്റിച്ചില്ലെങ്കിൽ അച്ഛൻ സ്ഫൂർതിയും സമാധാനം ഉണ്ടാവില്ല, അവൾ ഓരോ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. അങ്ങനെ അനാമിക പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരി ആ നയന എന്ന് പറഞ്ഞവളാണ്, അവളാണ് ഇതിനെല്ലാം പിരികേറ്റി കൊടുക്കുന്നത്, അവൾ കാരണം ആ സ്ഥലം കാണാനും ഒക്കെ വന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും നന്ദുവിനെ ആ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവൾമാരൊക്കെ എന്തും ചെയ്യാൻ മടിക്കത്തില്ല. അതിനു മുമ്പായിട്ട് തന്നെ അടിച്ചു മാറ്റേണ്ടതൊക്കെ അടിച്ചു മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ ഒന്നും കിട്ടാണ്ട് വരും എന്ന് പറഞ്ഞപ്പം നമ്മുടെ വേണു പറയുന്നുണ്ട്, ഡിവോഴ്സ് എന്ന ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അത് അവൻ തന്നെ ചെയ്യണം, അവൻ ഡിവോഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ, നമുക്ക് നഷ്ടപരിഹാരം മേടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നിവൃത്തിയില്ലാതെ അവൻ ഡിവോഴ്സ് ചെയ്യട്ടെ, അല്ലാതെ നീ ഒരിക്കലും ഡിവോഴ്സ് ചെയ്യാൻ പോകരുത്, നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ നീ ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നന്ദുവിനെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കാം. ആ പെണ്ണിവിടെ ഉള്ളിടത്തോളം കാലം ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ വെളിയിൽ വരുമല്ലോ. ഏകദേശം കള്ളത്തരങ്ങളൊക്കെ പിടിച്ചു എന്നും അനാമികയ്ക്കും വേണുവിനും രേവതിക്കും ഒക്കെ അറിയാം കേട്ടോ. ആ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുകയാണല്ലോ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനി വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ പോലീസുകാരെല്ലാം കൂടെ അനിയെ കാണുമ്പോഴത്തേക്കും, എന്തിനാ എൻ്റെ പൊന്നു കൊച്ചെ നീ ഇങ്ങോട്ടേക്ക് വന്ന് ആ SIനെ ശല്യം ചെയ്യുന്നത്, നീ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോനല്ലേ, നിനക്ക് അതിൻ്റെതായ നിലയും വിലയും ഒക്കെ ഇല്ലേ, നിനക്കാണെങ്കിൽ
ഇതല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ നിനക്ക് നോക്കാനായിട്ട് പറ്റും. നീ പിന്നെ എന്തിനാ ഈ SIയുടെ പുറകെ നടക്കുന്നത്? ഞങ്ങൾക്കും കൂടെ പണി ഉണ്ടാക്കി വെക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെയേ എനിക്ക് SIനെ കാണാതെ ഒരു സമാധാനമില്ല. അല്ല, ഞാനിവിടെ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾ ലോക്കപ്പിൽ അടച്ചോ, നോ പ്രോബ്ലം, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയാണ്. അപ്പം പോലീസുകാർ പറയുന്നുണ്ട് SIക്ക് തന്നോട് എന്തോ ഒരു ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ ചുരുട്ടിക്കൂട്ടി SI മുഖം നോക്കാതെ നിന്നെ ശരിയാക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. നിന്നോട് ചെറിയ സ്നേഹമൊക്കെ ഉള്ളത് കൊണ്ടാണ് SI ഇപ്പം ഒന്നും ചെയ്യാതെ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നിയല്ലേ SIക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന്? അല്ല, സ്വാഭാവികമായിട്ടും മുഖം നോക്കാതെ എല്ലാവരെയും അട്ടിച്ച് തീർത്ത് പറ്റിക്കുന്ന ഒരാളാ ഈ ചോരത്തിളപ്പെന്ന് കേട്ടിട്ടില്ലേ? അതായത് പ്രായത്തിൻ്റെതൊക്കെ ആകും, അതുപോലെയാണ്. ഇങ്ങനെയുള്ളവർ അധികം കാലമൊന്നും ഒരു സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ചോരത്തിളപ്പിൻ്റെ ആ ഒരു ആവേശത്തിലെല്ലാം ചെയ്ത് വെക്കുകയും ലാസ്റ്റ് അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ സസ്പെൻഷൻ കിട്ടുകയോ ചെയ്യും. അതുകൊണ്ട് സ്ഥിരം ഒരു സ്ഥലത്ത് ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ ചോരത്തിളപ്പാണ് എനിക്കിഷ്ടം. നന്ദുവിൻ്റെ ആ ചോരത്തിളപ്പിലാണ് ഞാൻ വീണു പോയത്. സാറേ, എൻ്റെ പൊന്ന് സാറേ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ നന്ദുവിനെ കുറിച്ച് അനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നന്ദുവിൻ്റെ അടുത്തേക്ക് അനി വീണ്ടും ചെല്ലുകയാണ്. അപ്പം നിന്നെ ആരാടെ ഇങ്ങോട്ട് കയറ്റി വിട്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്നെ ആരും കയറ്റി വിട്ടതല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്ന. പുറത്ത് നിരുന്ന കോൺസ്റ്റബിൾമാരൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു കയറി പോകരുതെന്ന്. പക്ഷേ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല നന്ദു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇനിയിപ്പം നീ എന്തൊക്കെ ചെയ്താലും, നീ ആരോട് വിളിച്ച് പറഞ്ഞാലും എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി ഞാൻ ഇവിടെ വന്ന് കാണുക തന്നെ ചെയ്യും. എൻ്റെ പൊന്നനി, ഞാനൊരു SI നീ അത് മനസ്സിലാക്കണം. ഒരു SIക്ക് എൻ്റെ കുറേ കടമകളുണ്ട്, അതൊക്കെ എനിക്ക് ചെയ്യാനുള്ളത്. നീ ഇങ്ങനെ എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് വളരെ ചീപ്പ് പരിപാടിയാണ്. ഇത് നിർത്തിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇനി മൂർത്തി മുത്തച്ഛനോടായിരിക്കും കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. നീ മൂർത്തി മുത്തച്ഛനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അറിയാലോ, മുത്തച്ഛന് വിഷമാകും, പിന്നെ പ്രശ്നമാകും, കാര്യങ്ങൾ വഷളാകും. അതിനു മുമ്പ് നീ ഈ പരിപാടി നിർത്തിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ ഒരു കാര്യം, നിനക്കൊരു ഭാര്യയുണ്ട്, ആ ഭാര്യയെ നീ മര്യാദയ്ക്ക് സ്നേഹിക്കാൻ നോക്ക്. അവളെ നീ സ്നേഹിക്കാതിരുന്നാൽ അവൾ ഇങ്ങനെ നടക്കുകയുള്ളൂ. അവളെ എങ്ങനെയും സ്നേഹിച്ച് നിന്റെ വശത്താക്കാൻ നോക്കേണ്ടത് നിന്റെ കഴിവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അനി പറയുന്നുണ്ട്, ആ ഒരു സ്നേഹം എനിക്ക് ആവശ്യമില്ല. ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നീ വന്നില്ലെങ്കിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഏതായാലും അനി പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എനിക്കെൻ്റെ നയനേച്ചിയും അതുപോലെ വീട്ടുകാരൊക്കെ ഉപദേശം തന്നിട്ടുണ്ട്. എനിക്ക് അവരെ വഞ്ചിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഈ കാര്യം വിളിച്ച് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് നേരെ നയനയെ വിളിച്ചറിയിക്കുകയാണ്. ഏതായാലും നയന ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനിയനെ കൊണ്ട് ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയ്ക്ക് തലവേദന, ആദർശിന് തലവേദന, നന്ദുവിന് തലവേദന, മൊത്തം തലവേദനയാണ്. ഏതായാലും നയന നമ്മുടെ ഓഫീസിലായിരുന്നു. അങ്ങനെ ഓഫീസിൽ നിന്ന് നയന നേരെ ആദർശിൻ്റെ ക്യാമ്പിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ പോയിട്ടുണ്ട് ശരിയാവില്ല. അവൻ്റെ പോക്ക്. ആരുടെ പോക്കിൻ്റെ കാര്യം നീ പറയുന്നതെന്ന് നമ്മുടെ ആദർശി ചോദിക്കണം. അപ്പം പറഞ്ഞു, വേറെ ആരുമല്ല, അനി ഇപ്പോഴും നന്ദുവിനെ കാണാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്നായിരുന്നു. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? നന്ദുവിന് തലവേദന, ഇപ്പം ആകെ മൊത്തം തലവേദനയാണ് അവൻ എല്ലാവർക്കും ഉണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാവില്ല. ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം. ഇത് അവസാനിപ്പിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ? അത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയുന്നുണ്ട് ആദർശനോട്. ആദർശ് പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, ഇവൻ്റെ ഈ ഒരു പ്രശ്നം കാരണം നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ്. മാത്രമല്ല അവന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതുപോലെ തന്നെയാണല്ലോ അനാമികയുടെ ഓരോ പ്രവൃത്തികൾ. അത് ശരിയാ, അവൻ കുറേ സ്ഥലം മേടിച്ചിട്ടോ, അവർ കുറേ സ്ഥലം മേടിച്ചു, സ്വർണ്ണം എല്ലാം വിറ്റിട്ടെന്ന് പറഞ്ഞ് ഏതോ ഒരു സ്ഥലമാണ് കൊണ്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ആ സ്ഥലം അവരുടെ സ്ഥലമൊന്നും അല്ല. എന്നിട്ടും വെറുതെ കള്ളം പറഞ്ഞ് ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നിരിക്കുകയാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. നമുക്കറിയാവുന്നവർക്കും അറിയാം. എന്നിട്ട് പോലും വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന അവരുടെ കൂടെയൊക്കെ എനിക്ക് ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അനാമിക ഒരു പെരും കള്ളി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം അനി ഇപ്പം അവളെ സ്നേഹിക്കാത്തത്. പക്ഷേ നന്ദുവിൻ്റെ പുറകെ നടക്കുന്ന ഇത് നിർത്തണമല്ലോ. അത് തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാണ്. പിന്നെ ഇനിയിപ്പം അനാമിക അനിയുടെ ജീവിതത്തിൽ നിന്ന് പോയാൽ തന്നെ ഒരിക്കലും ഞാനും എൻ്റെ വീട്ടുകാരും നന്ദുവിനെ അനന്തപുരി തറവാട്ടിലേക്ക് അനിയുടെ ഭാര്യയായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിനോട് ഒരു താല്പര്യമില്ല ഞങ്ങൾക്ക്. എൻ്റെ അനിയത്തി വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയാൽ മതി, അല്ലാതെ ഒരിക്കലും അനിയുടെ ഭാര്യയായിട്ട് അനന്തപുരി തറവാട്ടിൽ ഇനി എൻ്റെ വീട്ടിൽ നിന്നും ഒരു പെണ്ണിനെയും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നയനെ അങ്ങ് പോവാണ്. അപ്പം നയനയ്ക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു കേസാണ് നമ്മുടെ നന്ദുവും അനിയുമായിട്ടൊരു വിവാഹം എന്ന് പറയുന്നത്. അത് വേറൊന്നും കൊണ്ടുമല്ല, നമ്മുടെ നന്ദു അവിടെ വിവാഹം കഴിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനകിക്കോ ജലജയ്ക്കോ അതുപോലെ ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്തടത്ത് കയറി പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതാണ് നമ്മുടെ നയനെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയും അഭിയും കൂടി വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരിക. അപ്പം ഈ സമയം തന്നെയാണ് നമ്മുടെ
ചിന്നുമോളല്ല സോറി ചന്തുമോള് സ്കൂൾ വിട്ട് വരുന്നത്. അങ്ങനെ സ്കൂൾ വിട്ട് വന്ന ചന്തുമോളെ കാത്ത് നമ്മുടെ നയനെ നിൽക്കുന്നു. അങ്ങനെ ചന്തുമോള് വന്നതും നയനെ ഓടി ചെന്നിട്ട് ചന്തുമോളെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ പോയിട്ട് അഭിയും നവ്യയും കൂടെ വരുന്നത്. അപ്പം അഭിയും നവ്യയും വന്ന ഉടനെ തന്നെ വന്ന ഉടനെ ഫസ്റ്റ് കണിയാണല്ലോ കണ്ടത്. അപ്പോഴത്തേക്കും ചന്തുമോളോട് പറഞ്ഞു, ദേ കുഞ്ഞാവ വന്നിട്ടുണ്ടല്ലോ, ഇനി കുഞ്ഞാവയുടെ കൂടെ കളിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പം നവ്യ പിന്നെ ഈ പെണ്ണിന്റെ കൂടെയൊന്നും ഞങ്ങൾ കളിക്കാൻ ഞങ്ങളുടെ കുഞ്ഞിനെ വിടത്തില്ല, കാരണം ഇവളുടെയൊക്കെ കൂടെ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ സ്വഭാവമായി പോകും. എന്നിട്ട് അഭി പറഞ്ഞു, ഏതായാലും ഇവള് നേർവഴിക്ക് വന്നൊന്നും അല്ലല്ലോ, ഇവള് വിളച്ചു പറ്റതല്ലേ, ആദർശേട്ടന്റെ ജാരസന്തതിയല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ വഴിക്ക് ഇവൾ ആകുകയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് അഭിയോട് പറയുന്നുണ്ട്, നയന നീ മിണ്ടരുത്, നീ മിണ്ടാതിരുന്നോളം നിനക്ക് പറയാനുള്ള ഒരു അർഹതയും ഇല്ലെന്ന്. അപ്പൊ നവ്യ ചോദിക്കുകയാണ്, അതെന്താ എന്റെ ഭർത്താവിന് പറയാൻ അർഹതയില്ലാത്തത്? എന്റെ ഭർത്താവിനെ അർഹതയുള്ളൂ, എന്റെ ഭർത്താവ് പറഞ്ഞു നോർത്തോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നയനെ നീ ഇവളെ എടുത്ത് ഒക്കത്ത് പിടിച്ചോണ്ട് നടന്നോ, അതിനൊരു കുഴപ്പമില്ല, നിന്റെ ജീവിതമാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറയുക, എങ്ങനെ നയനേടത്തിയുടെ ജീവിതം ഒന്നും പോകുന്നില്ലല്ലോ, നയനേടത്തിക്ക് ഇപ്പൊ ആർക്ക ശമ്പളം കൊടുക്കുന്നുണ്ട് ആദർശേട്ടൻ, അത് മതിയില്ലോ നയനേടത്തിക്ക്, പിന്നെ ഇതൊക്കെ അങ്ങോട്ട് കണ്ണടച്ചെന്നോർത്ത് കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ വീണ്ടും നമ്മുടെ നയന, വേണ്ടാത്ത കാര്യങ്ങൾ പറയരുത്, ഞാൻ ഒരിക്കലും ആർക്ക ശമ്പളം പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ അവാർഡുകൾ പ്രതീക്ഷിച്ചോ ഒന്നുമല്ല അനന്തപുരി മൂർത്തീസ് ജ്വല്ലറിയിൽ ഇരിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ഒരു സ്ഥാപനമാണ്, ആ സ്ഥാപനം നന്നായിട്ട് കൊണ്ടുപോകാൻ ഞാനും കൂടെ പ്രയത്നിച്ചേ പറ്റൂ, അല്ലാതെ നിന്നെ പോലെ കള്ളത്തരവും കൗശലവും കാണിച്ചിട്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പം നവ്യ പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ അഭി, ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് കൂട്ടിക്കൊണ്ട് പോകണം. അപ്പം നവ്യ എന്തോരം പറഞ്ഞിട്ടും നന്നാകുന്നില്ല, അഭിനെ മനസ്സിലാക്കുന്നില്ല, അതുപോലെ നയനയെ മനസ്സിലാക്കുന്നില്ല, വേറെ ഏതോ ലോകത്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം കേട്ടോ. ഒരു ഉച്ചയ്ക്ക് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷം ഇടുക. അപ്പം നമുക്ക് ആ വിശേഷവുമായിട്ട് കാണാം. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം, കൂടെ ഒരു ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പം ടാറ്റാ ബൈ ബൈ.